നമസ്കാരം. ഉമർ ഖാലിദ് എന്ന ജിഹാദി ദില്ലി കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജയിലിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് 5 വർഷങ്ങളാകുന്നു. നിരന്തരമായി ഈ ജിഹാദിയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അയാൾക്ക് പിന്നിലുള്ള ശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ദേശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും പലപ്പോഴും പല സംസ്ഥാനങ്ങളുടെ പ്രാദേശിക തലത്തിലായാലും ഏതൊരു സമരം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനോ ചീത്ത കാര്യത്തിനോ നടന്നാലും അതിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്ന ജിഹാദികൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം കഴിഞ്ഞ 5 വർഷങ്ങളായി ഈ ജിഹാദിയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്താണ് ഈ ജിഹാദിക്ക് ഇത്ര പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, JNUവിൽ ജിഹാദികളുടെ ഏറ്റവും പുതിയൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലോ കാര്യക്ഷമമായ പങ്ക് വഹിച്ചിട്ടുള്ള ഈ ജിഹാദി കുടുംബപരമായി തന്നെ രാജ്യവിരുദ്ധരാണ്. ഈ ജിഹാദിയുടെ പിതാവായിട്ടുള്ള സയ്യദ് ഖാസിം റസൂലി ഇലിയാസി, ഈ പേര് തന്നെ പറയണമെങ്കിൽ ഈ അറബി പേരുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ധരിച്ചുകൊണ്ട് നാമധാരികളായി ഞങ്ങളും അറബികളുടെ പിൻതലമുറക്കാരാണ് എന്ന് അഭിമാനിച്ച് നടക്കുന്ന കൂട്ടത്തിലെ ഒരു ചവറുകളാണിതെല്ലാം. വെറുതെ പറയുന്നതല്ല, ഒരാളുടെ പിതാവിനെ വെറുതെ അധിക്ഷേപിക്കുന്നതല്ല. ഈ സയ്യദ് ഖാസിം റസൂൽ ഇലിയാസ് എന്ന ഈ ഉമർ ഖാലിദ് എന്ന ജിഹാദിയുടെ പിതാവ്, വാപ്പ ഒരൊന്നാന്തരം ജിഹാദിയാണ്, സ്വയം ഒരൊന്നാന്തരം ജിഹാദിയാണ്. വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അതിനു മുമ്പ് ഇപ്പോഴത്തെ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള സിമിയുടെ, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യക്താവാണത് ഈ ഇലിയാസി, ഉമർ ഖാലിദിൻ്റെ പിതാവ്. ജന്തർ മന്ദറിൽ പാറ്റകളുടെ സമരം തുടങ്ങി അതൊന്ന് ചൂട് പിടിച്ച് ആളുകൾ കൂടുതൽ വരുവാൻ തുടങ്ങിയപ്പോൾ, സോനം വാങ്ചുക് നിരാഹാരം തുടങ്ങിയ സമയത്ത് ഈ ജിഹാദി അവിടെയും നുഴഞ്ഞു കയറി. ഉമർ ഖാലിദ് 5 വർഷങ്ങളായി ജയിലിൽ കിടക്കുന്നു, ദുഃഖമാണ്, ശോകമാണ്, അവരെ പുറത്തു കൊണ്ടുവരണം, അവൻ്റെ ആത്മാവ് ഇതുവരെ തകർന്നിട്ടില്ല, അവൻ്റെ ആത്മവീര്യം ചോർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നത് ഈ ജിഹാദിയുടെ, ഉമർ ഖാലിദ് എന്ന ജിഹാദിയുടെ പിതാവ് സയ്യദ് ഖാസിം റസൂൽ ഇലിയാസി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുൻ സിമി പ്രവർത്തകനാണ്, നമ്മുടെ KT ജലീലിനെയൊക്കെ പോലെ. ഭീകരവാദിയാണ്, അതിന് സംശയമൊന്നും വേണ്ട. കാരണം വെൽഫെയർ പാർട്ടി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ ഇപ്പോൾ അത് ഒരു മാനദണ്ഡമാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ പുതിയതായി എടുക്കുകയുള്ളൂ എന്നുള്ളത്. കുറച്ചു കാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു മാനദണ്ഡം അതായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇനി ഇപ്പോൾ ഈ വിഷയം പറഞ്ഞത്, ഈ പാറ്റാ സമരത്തിൻ്റെ ഇടയിൽ ഉമർ ഖാലിദിനെ മോചിപ്പിക്കണം, ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരണമെന്നുള്ള ജിഹാദി ആവശ്യങ്ങൾ ഉയർന്നതുകൊണ്ട് മാത്രമല്ല, ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം പല സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നിരുന്നു. ന്യായമായ കാര്യം, കാരണം വളരെയധികം ആശങ്കാജനകമായൊരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നീറ്റ് പോലെ 22 ലക്ഷം വിദ്യാർത്ഥികളൊക്കെ ഒരേ സമയം എഴുതുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന ഒരു വിഭാഗത്തിന് മാത്രം അനധികൃതമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്യധികം ആശങ്കാജനകമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രക്ഷോഭങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടുവാൻ തത്വമൈ ന്യൂസ് ഇതുവരെ മുതിർന്നിട്ടില്ല. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളുടെ ഇടയിലേക്ക് രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറുമ്പോൾ അത് എതിർക്കപ്പെടുക തന്നെ വേണം. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ജന്തർ മന്ദറിൽ നാം കണ്ടത്. പക്ഷേ ജന്തർ മന്ദറിനും അപ്പുറത്തേക്ക് ഗോവയിൽ ആസാദി മൈതാനിൽ, പനാജിയിലെ ആസാദി മൈതാനിൽ ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനിടയിൽ 2 ജിഹാദികൾ ഫ്രീ ഉമർ ഖാലിദ് എന്നുള്ളൊരു പ്ലക്കാർഡ് പൊക്കി കാണിച്ചു. ഗോവ പോലീസ് കൃത്യമായിട്ട് തന്നെ 2നെയും തൂക്കിയെടുത്ത് അകത്തിട്ടു. പക്ഷേ അതുമല്ല ഇവിടുത്തെ വാർത്ത. കൃത്യമായിട്ട് ഈ ഫ്രീ ഉമർ ഖാലിദ് എന്നുള്ള മുദ്രാവാക്യത്തിനെതിരെ ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും യുവമോർച്ചയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ജിഹാദികൾക്കെതിരെ വന്നിരിക്കുന്നു. ഈ ഗോവ പനാജിയിൽ തന്നെ ഇത്തരത്തിൽ ഫ്രീ ഉമർ ഖാലിദ് എന്ന മുദ്രാവാക്യത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി രംഗത്ത് വന്നതും പ്രതിഷേധിച്ചതും നിരവധി ആളുകളാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വരെ അത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു, സാധാരണക്കാരും പങ്കെടുത്തിരുന്നു. എന്തായാലും ഒരു കാര്യം വളരെയധികം പ്രതീക്ഷാജനകമാണ്. ഇത്തരത്തിലുള്ള ജിഹാദികളെ മുൻപ് ഇത്തരത്തിൽ തത്വമൈ ന്യൂസിനെ പോലെ അപൂർവം ചില
ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തത്വമേ ഒരു അപൂർവം ചില ഘടകങ്ങൾ രൂക്ഷമായി വിമർശിച്ചതിനപ്പുറത്തേക്ക് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ നമുക്ക് കണക്കാക്കണ്ട. നമ്മുടെ പ്രാദേശിക തലത്തിലാണ് പറയുന്നത്, കേരളത്തിൻ്റെ തലത്തിലാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പുകൾ ആസൂത്രണം ചെയ്യപ്പെടുക പ്രാദേശിക തലങ്ങളിലാണ്. കട്ടിങ് സൗത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഉമർ ഖാലിദിനെ വിടണമെന്നുള്ളതാണെങ്കിലും വിട്ടയക്കണമെന്നുള്ളതാണെങ്കിലും എല്ലാം ഈ ആവശ്യങ്ങൾ ഉയരുക പ്രാദേശിക തലത്തിലാണ് തുടക്കത്തിൽ. പിന്നീടാണത് ന്യൂയോർക്ക് മേയർ മംദാനി വരെ എത്തിച്ചേരുന്നത്. അത്രയ്ക്കാണ് അവരുടെ ഒരു സ്വാധീനവും ഒരു ദൈർഘ്യവും സഞ്ചാര ദൈർഘ്യവും അവർക്ക് ആക്സസ് ഉണ്ടല്ലോ, അത്ര അധികം ഭയാനകമാണ്. കാരണം അവരുടെ പിന്നിലുള്ള ശക്തികളും അത്രയധികം സ്വാധീനമുള്ളവരാണ്. പുറത്തു നിന്നാണ് ഇതിൻ്റെ എല്ലാം ഫണ്ട് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തിച്ച് NGOകൾ വഴിയും മറ്റ് മാർഗങ്ങൾ വഴിയും ഹവാല വഴിയും എല്ലാം. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം വളരെ വലുതാണ്. ആ സ്വാധീനം ഉപയോഗിച്ച് ന്യൂയോർക്ക് മേയർ മംദാനി വരെ എത്തുന്ന ഇവർ പലപ്പോഴും അതിൻ്റെ ആസൂത്രണം തുടങ്ങുന്നത് പ്രാദേശിക തലത്തിലാണ്. കേരളം പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഗോവയിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെയാണ് ഇതിൻ്റെ ആസൂത്രണങ്ങൾ അതിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തത്വമയി ന്യൂസിനെ പോലുള്ള അപൂർവം ചിലർ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു, രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് പൊതുവേദികളിൽ പൊതുമണ്ഡലങ്ങളിൽ ഈ ഉമർ ഖാലിദിനെ പോലുള്ള ജിഹാദികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന സഹജിഹാദികളുടെ അല്ലെങ്കിൽ ആ ജിഹാദി ശക്തികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഇടതാവാസ വ്യവസ്ഥയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ ശബ്ദമുയർന്ന് കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഇപ്പോൾ അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരികയാണ്. അതും രൂക്ഷമായ ഭാഷയിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും തീക്ഷ്ണമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ജിഹാദികളുടെ വാടകവാകളായി പ്രവർത്തിക്കുന്ന ഇടതാവാസ വ്യവസ്ഥയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ. അത് വളരെ പ്രതീക്ഷാജനകമായൊരു കാര്യമാണ്, ആശാവഹമായൊരു കാര്യമാണ്. ഇനി ഉമർ ഖാലിദ് മാത്രമല്ല, അതിലും അപകടകാരിയായ ഷാർജൽ ഇമാം എന്ന് പറഞ്ഞ് വേറൊരു ജിഹാദി അകത്ത് കിടപ്പുണ്ട്. ഷാർജൽ ഇമാമാണ് പറഞ്ഞത് ചിക്കൻ നെക്ക്, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചിക്കൻ നെക്ക് ഭാരതത്തിൽ നിന്ന് വിച്ഛേദിച്ച് ചൈനയ്ക്ക് സാധകമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാനും സഹായിക്കും, ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കണം CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ സമയത്ത്. ഡൽഹി ഒരു കലാപഭൂമിയാക്കിയതിന് പ്രധാന ഉത്തരവാദികൾ ഈ രണ്ട് ജിഹാദികളുമാണെന്നുള്ള കാര്യത്തിൽ കോടതികൾക്ക് പോലും സംശയമില്ല. ഇനി കേസിൻ്റെ വിചാരണ കഴിഞ്ഞ് ശിക്ഷ വിധിച്ചാൽ മാത്രം മതി. ഒരുപക്ഷെ സാക്ഷികൾ കൂറുമാറി അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇനി ഉണ്ടായേക്കാം. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ നിയമത്തിനേക്കാൾ കൂടുതൽ പഴുതുകളുള്ള ഒരു നിയമവ്യവസ്ഥയാണെന്ന് പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട്. ഒരു പരിധിവരെ ചിലപ്പോൾ അത് സത്യമാണെന്ന് തോന്നാറുമുണ്ട്. കാരണം മദനിയെപ്പോലൊരു ഭീകരവാദി ചില കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ആ പഴുതുകളിലൂടെയാണ്. ഇപ്പോഴും കേസുകൾ ബാക്കിയുണ്ട്. പുറത്തിറങ്ങി പഴയ ഭീകരവാദത്തിന് തിരികൊളുത്താനുള്ള ശേഷി ശാരീരികമായി ആ ജിഹാദിക്ക് ഇല്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇതുപോലുള്ള ജിഹാദികളെ വിചാരണയ്ക്കൊടുവിൽ ഒരുപക്ഷെ അവരർഹിക്കുന്ന ശിക്ഷ നൽകുവാൻ പര്യാപ്തമായ നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിലില്ല, നിയമവ്യവസ്ഥയിലില്ല എന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അനന്തമായി ജയിലിനുള്ളിൽ കിടന്ന് നരകിച്ച് തീരുന്നത് തന്നെയാണ് ഇവർക്ക് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് നൽകാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ. അതിൽ നീതിയുണ്ടോ അനീതിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം നീതിയും അനീതിയും എല്ലാം മനുഷ്യരുടെ കാര്യത്തിലാണ് നിയമവ്യവസ്ഥ സംബന്ധമായിട്ട് നാം പ്രയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ചിന്തകളിൽ കൊണ്ടുവരേണ്ടത്. ഇത് മനുഷ്യരെ അല്ല, മാനവികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാശയം ഉൾക്കൊണ്ട് അതിനുവേണ്ടി എന്ത് വില കൊടുത്തും ഒരു രാജ്യത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച മൃഗങ്ങളെക്കാൾ മ്ലേച്ഛരായിട്ടുള്ള ജന്തുക്കളാണ് ഈ അകത്ത് കിടക്കുന്ന ഉമർ ഖാലിദും ഷാർജൽ ഇമാമും എല്ലാം. ഉമർ ഖാലിദിന് വേണ്ടി വാദിക്കാനിറങ്ങുന്നവർ ആ നികൃഷ്ട ജീവികളുടെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിക്ക് ഇറങ്ങുന്നത്, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ രാജ്യമാകമാനം നടത്തുവാൻ നോക്കുന്നത്, പല യഥാർത്ഥ വിഷയങ്ങളുടെ പ്രതിയുള്ള സമരങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറി ഈ വിഷയങ്ങൾ ഉയർത്തുവാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇതിൽ 99% പേരും കൃത്യമായിട്ട് ഉള്ള ബോധത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. ഉമർ ഖാലിദും ഷാർജൽ ഇമാമും പ്രശ്നമാണെന്ന് അവർക്കറിയാം. പക്ഷേ ആ പ്രശ്നങ്ങൾ തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. ഇനി 1% ഉമർ ഖാലിദ് ആരെന്നോ ഷാർജൽ ഇമാം ആരെന്നോ അറിയില്ല. അവരാണ് കൂടുതൽ അപകടകാരികൾ. കാരണം അവർ വാടകവാകളായി എന്തും വിളിച്ച് പറയുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്ക് ഫലങ്ങൾ മാത്രം മതി, തിരിച്ചു കിട്ടുന്ന ഗുണങ്ങൾ. ഇതിൻ്റെ ഒരു പരിണാമഫലമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് അനാമനാ സംതൃപ്തി മാത്രം മതി.
അതിനുവേണ്ടി അവരെന്തും ചെയ്യും, എന്തും വിൽക്കും, സ്വന്തം ആത്മാവ് വരെ. പക്ഷേ ഇപ്പോൾ വിരുദ്ധ സ്വരങ്ങൾ പൊതുമണ്ഡലങ്ങളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റവും ഈ അജണ്ട പ്രചരണവും ഒന്നും ജിഹാദികൾക്ക് അത്ര എളുപ്പമാകില്ല എന്നുള്ളതിൻ്റെ ഒരു ശുഭസൂചനയാണ് ഇപ്പോൾ ഗോവയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ അനന്തമായി നീളുന്ന വിചാരണ ന്യായമായൊരു കാര്യമാണോ? അല്ലെങ്കിൽ ആ ന്യായം ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ടോ, പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ ന്യായം ഉപയോഗിച്ച് ഈ വിഷയത്തെ വിശകലനം ചെയ്യേണ്ടതുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.